യാക്കോബ് എഴുതിയ ലേഖനം. യാക്കോബ് അധ്യായം 1. ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്, ലോകത്തിലെല്ലായിടത്തുമായി ചിതറിക്കിടക്കുന്ന ദൈവജനത്തിന് വന്ദനം ചൊല്ലുന്നു. എന്റെ സഹോദരരെ, പലതരത്തിലുള്ള ക്ലേശങ്ങൾ നിങ്ങൾക്ക് കാണും. എന്നാൽ ഇവ സംഭവിക്കുമ്പോൾ നിങ്ങൾ വളരെ സന്തുഷ്ടരാകണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ക്ഷമയും നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്യുന്നതെന്തോ അതിൽ നിങ്ങളുടെ ക്ഷമ പൂർണ്ണമായും കാണിക്കണം. അപ്പോൾ നിങ്ങൾ പൂർണ്ണരും കുറ്റമറ്റവരും ആകും. നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം ആവശ്യമാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അത് ചോദിക്കണം. ദൈവം ഉദാരശീലനാണ്, എല്ലാവർക്കും നൽകുന്നതിൽ അവൻ ആനന്ദം കൊള്ളുന്നു. അതിനാൽ ദൈവം നിങ്ങൾക്ക് വിജ്ഞാനം തരും. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ വിശ്വാസപൂർവം ചോദിക്കണം. ദൈവത്തെ സംശയിക്കരുത്. സംശയിക്കുന്നവൻ കടലിലെ തിര പോലെയാണ്. കാറ്റ് തിരയെ താഴേക്കും മേലേക്കും ഉലയ്ക്കുന്നു. സംശയിക്കുന്നവൻ ആ തിര പോലെയാണ്. സംശയിക്കുന്നവൻ വിരുദ്ധങ്ങളായ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കുന്നു. അവൻ ചെയ്യുന്നതിനെക്കുറിച്ച് അവനൊന്നും തീരുമാനിക്കാൻ വയ്യ. കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അത്തരമൊരുവൻ വിചാരിക്കരുത്. ഒരു വിശ്വാസി ദരിദ്രനെങ്കിൽ ദൈവം അവനെ ആത്മാവിൽ സമ്പന്നനാക്കിയതിൽ അവൻ അഭിമാനിക്കണം. ഒരു വിശ്വാസി ധനികനെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണെന്ന് ദൈവം ചൂണ്ടിക്കാട്ടിയതിൽ അവൻ അഭിമാനിക്കട്ടെ. കാട്ടുപൂവ് പോലെ ധനികൻ മരിക്കും. മനോഹരമായ പുഷ്പം ഏറിവരുന്ന സൂര്യതാപത്താൽ ഉണങ്ങിക്കരിഞ്ഞ് മങ്ങി നശിച്ച് കൊഴിയും പോലെയാണ് ധനികനും. വ്യാപാര പദ്ധതികൾ തയ്യാറാക്കുന്നതിനിടയ്ക്ക് അവൻ മരിക്കും. പ്രലോഭിതനായ ശേഷവും ഒരുവൻ ദൃഢതയോടെ നിൽക്കുന്നുവെങ്കിൽ അവൻ സന്തോഷിക്കും. എന്തുകൊണ്ടെന്നാൽ അവന്റെ വിശ്വാസം തെളിയിക്കപ്പെട്ട ശേഷം നിത്യജീവന്റെ പ്രതിഫലം ദൈവം അവന് നൽകും. തന്നെ സ്നേഹിക്കുന്ന ഏവർക്കും ദൈവം ഇത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രലോഭിതനാകുമ്പോൾ ദൈവം എന്നെ പ്രലോഭിപ്പിക്കുന്നു എന്ന് ഒരുവൻ പറയരുത്. ദുഷ്ടത ദൈവത്തെ പ്രലോഭിപ്പിക്കില്ല. തന്നെയുമല്ല, ദൈവം തനിയെ ആരെയും പ്രലോഭിപ്പിക്കുകയുമില്ല. ഒരുവൻ ആഗ്രഹിക്കുന്ന ദുഷ്ടതകളാണ് അവനെ പ്രലോഭിതനാക്കുന്നത്. അവന്റെ തന്നെ ദുരാഗ്രഹങ്ങൾ അവനെ വഴിമാറ്റുകയും കെണിയിലാക്കുകയും ചെയ്യുന്നു. ഈ ആഗ്രഹം ഒരിക്കൽ രൂപം കൊണ്ടാൽ വളർന്ന് വലുതാകുകയും പാപത്തിന് ജന്മം നൽകുകയും ചെയ്യുന്നു. പാപം മരണത്തെ പ്രസവിക്കുന്നു. എന്റെ പ്രിയ സഹോദരരെ, ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിഡ്ഢികളാകരുത്. എല്ലാ നന്മയും ദൈവത്തിൽ നിന്ന് വരുന്നു. എല്ലാ പരിപൂർണ ദാനവും ദൈവത്തിൽ നിന്നാണ്. ഈ നല്ല ദാനങ്ങളെല്ലാം വരുന്നത് വെളിച്ചത്തിന്റെ പിതാവിൽ നിന്നാണ്. ദൈവം എന്നും ഒരുപോലെയാണ്, അവന് മാറ്റമില്ല. സത്യവചനത്തിലൂടെ ജീവൻ തരുവാൻ ദൈവം തീരുമാനിച്ചു. അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനേക്കാളും നമുക്ക് പ്രാധാന്യമുണ്ടാക്കുവാൻ അവൻ ആഗ്രഹിച്ചു. എന്റെ പ്രിയ സഹോദരരെ, സംസാരിക്കുന്നതിനേക്കാൾ അധികം കേൾക്കുവാൻ താൽപ്പര്യം കാട്ടുക. എളുപ്പം കോപിക്കരുത്. ഒരു മനുഷ്യന്റെ കോപം ദൈവം ആഗ്രഹിക്കും പോലെ ജീവിക്കാൻ അവനെ സഹായിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ദുഷ്കർമ്മങ്ങളെയും ജീവിതത്തിൽ നിന്നും അകറ്റുക. വിനീതരാകുകയും നിങ്ങളുടെ ഹൃദയത്തിൽ പാകിയിരിക്കുന്ന ദൈവത്തിന്റെ പാഠങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഈ ഉപദേശത്തിന് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. ദൈവത്തിന്റെ ഉപദേശം പറയുന്നതെന്തോ അത് ചെയ്യുക. വെറുതെ കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാതെ അലസരായി ഇരിക്കുകയുമരുത്. എന്തുകൊണ്ടെന്നാൽ വെറുതെ ഇരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കബളിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ഉപദേശം കേട്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നവൻ തന്റെ തന്നെ മുഖം കണ്ണാടിയിൽ നോക്കുന്നവനെ പോലെയാണ്. അവൻ അവനെ തന്നെ കാണുകയും പോകുമ്പോൾ താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് അതിവേഗം മറക്കുകയും ചെയ്യും. ജനങ്ങളെ സ്വതന്ത്രരാക്കുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കുന്നവനാണ് യഥാർത്ഥ സന്തോഷവാൻ. അവൻ ആ പഠനം തുടരും. അവൻ ദൈവത്തിന്റെ ഉപദേശം ശ്രദ്ധിക്കുകയും കേട്ടത് മറക്കാതിരിക്കുകയും ചെയ്യും. പഠിച്ചതനുസരിക്കുന്ന ആ മനുഷ്യൻ ഇത് ചെയ്യുമ്പോൾ അത് അവനെ സന്തോഷവാനാക്കും. ഒരുവൻ ചിന്തിച്ചേക്കാം അവൻ ഒരു മതാനുയായിയാണെന്ന്. എന്നാൽ അവൻ പറയരുതാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവനെ തന്നെ കബളിപ്പിക്കുന്നു.
അവന്റെ മതം ഒന്നിനും കൊള്ളാത്തതാണ്. ദൈവത്തിന് സ്വീകാര്യമായ മതമോ അനാഥരെയും വിധവകളെയും അവരുടെ കഷ്ടപ്പാടുകളിൽ സഹായിക്കുകയും ലോകത്തിലെ കളങ്കം പുരളാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നതാകുന്നു. ഇത്തരം ആരാധനയാണ് പിതാവായ ദൈവം ശുദ്ധവും കറ പുരളാത്തതുമായി കരുതുന്നത്. യാക്കോബ് അധ്യായം 2. എന്റെ സഹോദരരെ, മഹത്വമുള്ള കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസികളാണ് നിങ്ങൾ. അതുകൊണ്ട് ചിലർ മറ്റു ചിലരേക്കാൾ പ്രധാനരാണെന്ന് വിചാരിക്കരുത്. ആകർഷകമായ വേഷത്തിൽ സ്വർണമോതിരമണിഞ്ഞ ഒരുവനും പഴയതും മുഷിഞ്ഞതുമായ വസ്ത്രം ധരിച്ച വേറൊരുവനും നിങ്ങളുടെ ഇടയിലേക്ക് വന്നുവെന്ന് വിചാരിക്കുക. പ്രത്യേകം ശ്രദ്ധ കൊടുത്ത്, വരൂ, ഈ നല്ല ഇരിപ്പിടത്തിൽ ഇരിക്കൂ എന്ന് മനോഹര വസ്ത്രധാരിയോട് നിങ്ങൾ പറയും. എന്നാൽ ദരിദ്രനോടോ അവിടെ നിൽക്ക് എന്നോ വന്ന് ഞങ്ങളുടെ കാൽക്കീഴിൽ ഇരിക്ക എന്നോ പറയും. എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങൾ ചിലരെ മറ്റുള്ളവരെക്കാൾ പ്രധാനികളാക്കുന്നു. ഏത് മനുഷ്യനാണ് മെച്ചമെന്ന് ദുഷ്ടവിചാരത്തോടെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ശ്രദ്ധിക്കുക, എന്റെ പ്രിയ സഹോദരരെ, വിശ്വാസം കൊണ്ട് സമ്പന്നരാകാൻ ദൈവം ദരിദ്രരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യം സ്വീകരിക്കാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തു. എന്നാൽ നിങ്ങൾ ദരിദ്രരോട് അനാദരവ് കാണിച്ചു. നിങ്ങൾക്കറിയാം, സമ്പന്നരാണ് നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതെന്ന്. അവൻ തന്നെയാണ് നിങ്ങളെ കോടതിയിൽ കയറ്റുന്നതും. നിങ്ങൾ അവകാശമാക്കുന്ന ക്രിസ്തുവിന്റെ സൽപ്പേരിനെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്ന ജനവും സമ്പന്നരാണ്. ഒരു ന്യായപ്രമാണം എല്ലാ ന്യായപ്രമാണത്തെയും ഭരിക്കുന്നു. ഈ രാജകീയ ന്യായപ്രമാണം തിരുവെഴുത്തിൽ ഇങ്ങനെ കാണുന്നു: നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് പോലെ അന്യരെയും സ്നേഹിക്കുക. ഈ ന്യായപ്രമാണം അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. എന്നാൽ ഒരാളെ നിങ്ങൾ മറ്റൊരാളേക്കാൾ പ്രാധാന്യമുള്ളവനെ പോലെ കരുതി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു. ആ ന്യായപ്രമാണം ദൈവത്തിന്റെ ന്യായപ്രമാണ ലംഘനത്തിന് നിങ്ങളിൽ കുറ്റം ചാർത്തും. ദൈവത്തിന്റെ ന്യായപ്രമാണമെല്ലാം ഒരുവൻ പിന്തുടർന്നിരിക്കാം. എന്നാൽ ആ മനുഷ്യൻ ഒരു കൽപ്പന പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവൻ ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനകളും ലംഘിച്ചതുപോലെ കുറ്റാരോപിതനാകും. വ്യഭിചാരം ചെയ്യരുത് എന്ന് ആജ്ഞാപിച്ച അതേ ദൈവം തന്നെയാണ് കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ വ്യഭിചരിക്കുന്നില്ലെങ്കിലും ഒരുവനെ കൊന്നാൽ നീ ദൈവത്തിന്റെ ന്യായപ്രമാണം എല്ലാം ലംഘിച്ചതിനുള്ള കുറ്റക്കാരനാകും. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ന്യായപ്രമാണത്താൽ നിങ്ങളെയും വിധിക്കും. നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം ഇതോർക്കുവിൻ. അതെ, നിങ്ങൾ അന്യരോട് കരുണ തീർച്ചയായും കാണിക്കണം. നിങ്ങൾ കരുണ കാണിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങളെ വിധിക്കുമ്പോൾ അവൻ നിങ്ങളോടും കരുണ കാണിക്കില്ല. എന്നാൽ കരുണ കാണിച്ചവന് വിധി നേരത്തും ഭീതി കൂടാതെ നിൽക്കാം. എന്റെ സഹോദരരെ, ഒരുവൻ വിശ്വാസമുണ്ടെന്ന് പറയുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസത്തിന് ഒരു വിലയുമില്ല. അത്തരം വിശ്വാസം അവനെ രക്ഷിക്കുമോ? ഇല്ല. ക്രിസ്തുവിലെ ഒരു സഹോദരനോ സഹോദരിക്കോ ഭക്ഷണമോ വസ്ത്രമോ ആവശ്യമായിരിക്കാം. അവനോട് നിങ്ങൾ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്നും നിങ്ങൾക്ക് വേണ്ടത്ര തിന്നുവാനും തണുപ്പ് കൂടാതെ ഇരിക്കുവാനും കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു എന്ന് പറയുന്നു. അവനോട് നിങ്ങൾ ഇങ്ങനെ പറയുമെങ്കിലും അവൻ ആവശ്യമുള്ളവ നിങ്ങൾ കൊടുക്കില്ല. നിങ്ങൾ അവനെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് വിലകെട്ടതാണ്. അതുതന്നെയാണ് വിശ്വാസത്തിന്റെ കാര്യവും. വിശ്വാസം ഒന്നും ചെയ്യിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം മരിച്ചതാണ്. കാരണം അത് ഒറ്റയ്ക്കാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കാം: നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തിയുമുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നീ കാണിക്കൂ. എന്റെ പ്രവൃത്തിയാൽ എന്റെ വിശ്വാസം കാണിക്കാൻ എനിക്ക് കഴിയും. ഏക ദൈവമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നല്ലത്. പിശാചുക്കളും അത് തന്നെ വിശ്വസിക്കുന്നു. അവൻ ഭയം കൊണ്ട് വിറയ്ക്കുകയും ചെയ്യുന്നു. മൂഢ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വിലകെട്ടതാണെന്ന് നിന്നെ തീർച്ചയായും കാണിക്കേണ്ടതുണ്ടോ? അബ്രഹാം നമ്മുടെ പിതാവാണ്. അബ്രഹാം തന്റെ പ്രവൃത്തിയാൽ ദൈവമുമ്പാകെ നീതിമാനാക്കപ്പെട്ടു. യാഗപീഠത്തിൽ തന്റെ മകനായ ഇസഹാക്കിനെ അവൻ ദൈവത്തിനർപ്പിച്ചു. അബ്രഹാമിന്റെ വിശ്വാസവും കർമ്മവും ഒരേപോലെ പ്രവർത്തിച്ചത് നിങ്ങൾ കാണുക. അവന്റെ പ്രവൃത്തിയാൽ അവന്റെ വിശ്വാസം
പൂർത്തീകരിക്കപ്പെട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ആ വിശ്വാസം അബ്രഹാമിനെ ദൈവമുമ്പാകെ നീതീകരിച്ചു എന്നുള്ളത് തിരുവെഴുത്തിന്റെ പൂർണ്ണാർത്ഥം ഇത് കാണിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹിതനെന്ന് അബ്രഹാമിനെ വിളിച്ചു. ഒരുവന്റെ പ്രവൃത്തിയാലാണ് ദൈവസമക്ഷം അവൻ നീതീകരിക്കപ്പെടുക എന്നും നിങ്ങൾ കാണുന്നു. വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ഒരുവന് നീതീകരിക്കപ്പെടാൻ കഴിയില്ല. വേശ്യയായിരുന്ന രാഹാബാണ് മറ്റൊരുദാഹരണം. അവളുടെ പ്രവൃത്തി അവളെ ദൈവസമക്ഷം നീതീകരിച്ചു. ദൈവജനത്തിനായി അവൾ ചാരന്മാരെ സഹായിച്ചു. അവൾ അവരെ അവളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയും മറ്റൊരു വഴിയെ രക്ഷപ്പെടാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ആത്മാവില്ലാത്ത ഒരു മനുഷ്യന്റെ ശരീരം മരിച്ചതാണ്. വിശ്വാസത്തിന്റെ കാര്യവും അതുതന്നെ. പ്രവൃത്തിയില്ലാ വിശ്വാസം ചത്തതാണ്. യാക്കോബ് അധ്യായം 3. എന്റെ സഹോദരരെ, നിങ്ങളിൽ ഏറെപ്പേരും അധ്യാപകരാകാൻ പാടില്ലാത്തത് എന്തുകൊണ്ട്? കാരണം ഞങ്ങൾ അധ്യാപകരെ മറ്റുള്ളവരെക്കാൾ കർശനമായി വിധിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളെല്ലാവരും ധാരാളം തെറ്റുകൾ വരുത്തും. പറയുന്നതിൽ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരുവനുണ്ടെങ്കിൽ അവൻ പരിപൂർണനാകും. തന്റെ ശരീരത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാനും അവന് കഴിയും. നമ്മെ അനുസരിക്കാനായി കുതിരയുടെ വായിൽ നാം കടിഞ്ഞാണിടുന്നു. ആ കടിഞ്ഞാൺ കൊണ്ട് കുതിരയുടെ ദേഹം മുഴുവനെയും നമുക്ക് നിയന്ത്രിക്കാനാകും. കപ്പലിന്റെ കാര്യവും അതുപോലെ തന്നെ. കപ്പൽ വലുതും ശക്തിയുള്ള കാറ്റിനാൽ ചലിക്കുന്നതും ആണ്. പക്ഷേ തീരെ ചെറിയ ചുക്കാൻ കപ്പലിനെ നിയന്ത്രിക്കുന്നു. ചുക്കാൻ പിടിക്കുന്നവൻ കപ്പലിന്റെ ഗതി തീരുമാനിക്കുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്നിടത്ത് കപ്പൽ പോകും. അതുതന്നെയാണ് നമ്മുടെ നാവിന്റെ കാര്യവും. അത് നമ്മുടെ ശരീരത്തിന്റെ ചെറിയ ഒരു ഭാഗമെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി പുകഴ്ച പറയുന്നു. വലിയൊരു കാടിനെ ചെറിയ തീപ്പൊരിയാൽ ചുട്ട് എരിച്ചു കളയാം. നാവ് അഗ്നി പോലെയാണ്. നമ്മുടെ ശരീരത്തിൽ വെച്ച് ദുഷ്ടതയുടെ ഒരു ലോകമാണത്. എങ്ങനെയെന്നാൽ നാവ് ശരീരം വഴി അതിന്റെ ദുഷ്ടത പരത്തുന്നു. ജീവിതത്തെ ആകെ സ്വാധീനിക്കുന്ന അഗ്നിക്ക് അത് തുടക്കം ഇടും. നാവിന് നരകത്തിൽ നിന്നാണ് ഈ അഗ്നി കിട്ടുന്നത്. മത്സ്യങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ തുടങ്ങി എല്ലാത്തരം വന്യമൃഗങ്ങളെയും മനുഷ്യർക്ക് ഇണക്കിയെടുക്കാം. ജനം ഇതിനെയെല്ലാം നേരത്തെ തന്നെ ഇണക്കിയിരിക്കുന്നു. പക്ഷേ നാവിനെ മെരുക്കിയെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. അത് വന്യവും ദുഷ്ടവുമാണ്. അത് നിറയെ മാരകമായ വിഷമാണ്. നാവുകൊണ്ട് നാം നമ്മുടെ കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. സ്തുതിക്കുവാൻ ഉപയോഗിക്കുന്ന നാവുകൊണ്ട് തന്നെ ജനങ്ങളെ നാം ശപിക്കുന്നു. ജനമാകട്ടെ ദൈവത്തിന്റെ തന്നെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്തുതിയും ശാപവും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. എന്റെ പ്രിയ സഹോദരരെ, ഇത് സംഭവിക്കരുത്. ഒരേ നീർച്ചാലിൽ നിന്ന് മധുരവും കയ്പുമുള്ള ജലവും ഒഴുകുകയോ ഇല്ല. എന്റെ സഹോദരരെ, അത്തിമരത്തിന് ഒലിവ് ഫലമോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴമോ ഉളവാക്കുവാൻ സാധിക്കുമോ? ഇല്ല. ഉപ്പ് കലർന്ന വെള്ളം നിറഞ്ഞ കിണറിന് ശുദ്ധജലം തരാൻ സാധിക്കില്ല. വിവേകിയും ധാരണാസമ്പന്നനുമായ ഒരുവനെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ നേരായി ജീവിച്ച് തന്റെ വിവേകം അവൻ കാണിക്കണം. അവൻ നല്ല കാര്യങ്ങൾ വിനീതമായി ചെയ്യണം. വിവേകി സ്വയം പുകഴ്ത്തുകയില്ല. നിങ്ങൾ തൻ കാര്യം നോക്കുന്നവരും ഹൃദയത്തിൽ കടുത്ത അസൂയ പേറുന്നവരുമെങ്കിൽ പുകഴ്ച പറയാൻ കാരണം ഒന്നുമില്ല. നിങ്ങളുടെ പുകഴ്ത്തൽ സത്യത്തെ മറയ്ക്കുന്ന ഒരു നുണയാണ്. അത്തരം ബുദ്ധി ദൈവത്തിൽ നിന്നുള്ളതല്ല. ആ ബുദ്ധി ലോകത്തിൽ നിന്നുള്ളതാണ്. അത് ആത്മീയമല്ല, പൈശാചികമാണ്. എവിടെ അസൂയയും സ്വാർത്ഥതയും ഉണ്ടോ അവിടെ അങ്കലാപ്പും എല്ലാത്തരം ദുഷ്ടതയും കാണും. എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്ന വിജ്ഞാനം ശുദ്ധവും സമാധാനം നിറഞ്ഞതും സൗമ്യതയുള്ളതും സന്തോഷിപ്പിക്കാൻ എളുപ്പമുള്ളതും ആയിരിക്കും. ഈ വിജ്ഞാനം ക്ലേശിതരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും സദാ ഒരുക്കമുള്ളതായിരിക്കും. ഈ ജ്ഞാനം എപ്പോഴും നല്ലതും സത്യസന്ധവുമായിരിക്കും. സമാധാനത്തിനായി സമാധാനപൂർവം പ്രയത്നിക്കുന്നവർക്ക് നല്ല ജീവിത രീതി കൊണ്ടുവരുന്ന പാരിതോഷികം കിട്ടും. യാക്കോബ് അധ്യായം 4. നിങ്ങളുടെ തർക്കങ്ങളും കലഹങ്ങളും എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ യുദ്ധമുണ്ടാക്കുന്ന സ്വാർത്ഥ ആഗ്രഹങ്ങളിൽ നിന്നുമാണത് വരിക.
നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് കിട്ടാത്തതുകൊണ്ട് കൊല്ലുകയും അന്യരോട് അസൂയുള്ളവരാകുകയും ചെയ്യുന്നു. എന്നിട്ടും നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാത്തതുകൊണ്ട് തർക്കിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടാത്തതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടില്ല. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തത് എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ചോദിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ്. കിട്ടുന്നതെല്ലാം സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവഴിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് കൂറുള്ളവരല്ല. ലോകത്തെ സ്നേഹിക്കുന്നത് ദൈവത്തെ വെറുക്കുന്നതിന് തുല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാൽ ഒരുവൻ ലോകത്തിന്റെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം അവനെ ദൈവത്തിന്റെ എതിരാളിയാക്കുകയാണ്. തിരുവെഴുത്തുകൾ ഒന്നും അർത്ഥം ഉൾക്കൊള്ളുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മിൽ ജീവിക്കുവാൻ നിയോഗിതനായ പരിശുദ്ധാത്മാവിന് നമ്മെ അവനു വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ എന്ന് തിരുവെഴുത്തു പറയുന്നു. എന്നാൽ ദൈവം നൽകിയ കരുണയാണ് കൂടുതൽ മഹത്തരം. ദൈവം അഹങ്കാരികൾക്ക് എതിരെങ്കിലും വിനീതർക്ക് അവൻ കൃപ നൽകി എന്ന് തിരുവെഴുത്ത് പറയുന്നു. പിശാച് നിങ്ങളിൽ നിന്ന് ഓടി അകലുന്നതിനായി പിശാചിനെ എതിർത്ത് നിങ്ങളെ തന്നെ സ്വയം ദൈവത്തിന് അർപ്പിക്കുക. ദൈവത്തിനടുത്തേക്ക് വരുമ്പോൾ ദൈവവും അടുത്തേക്ക് വരും. നിങ്ങൾ പാപികളായതുകൊണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ ഒരേ സമയം ദൈവത്തെയും ലോകത്തെയും പിന്തുടരാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ചിന്തയെ ശുദ്ധമാക്കുവിൻ. ദുഃഖിക്കുക, അനുതപിക്കുക, കരയുക. നിങ്ങളുടെ ചിരിയെ കരച്ചിലാക്കുക, നിങ്ങളുടെ സന്തോഷം ദുഃഖമാക്കുക. കർത്താവിന് മുമ്പാകെ വിനീതരാകുക, അവൻ നിങ്ങളെ വലിയവനാക്കും. സഹോദരരെ, നിങ്ങൾ പരസ്പരം വിമർശിക്കരുത്. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സഹോദരനെ വിമർശിക്കുകയോ വിധിക്കുകയോ ചെയ്യുമ്പോൾ അവൻ പിന്തുടരുന്ന ന്യായപ്രമാണത്തെയാണ് നീ വിമർശിക്കുന്നത്. ന്യായപ്രമാണത്തെ വിമർശിക്കുമ്പോൾ നീ ന്യായപ്രമാണത്തിന്റെ ഒരു അനുയായി അല്ല, നിങ്ങളൊരു ന്യായാധിപനായി. ദൈവം ഒരുവനാണ് ന്യായപ്രമാണ കർത്താവ്. അവൻ മാത്രമാണ് ഏക ന്യായാധിപൻ. നശിപ്പിക്കാനും രക്ഷിക്കാനും കഴിയാവുന്നവൻ ദൈവം മാത്രമാണ്. അതുകൊണ്ട് മറ്റൊരാളെ വിധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. നിങ്ങളിൽ ചിലർ പറയും, ഇന്നോ നാളെയോ ഞങ്ങൾ ഒരു പട്ടണത്തിലേക്ക് പോയി 1 കൊല്ലം അവിടെ താമസിച്ച് കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കും. ശ്രദ്ധിക്കൂ, ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ. നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ജീവിതം മൂടൽമഞ്ഞ് പോലെയാണ്. അല്പനേരം നിങ്ങൾക്കത് കാണാമെങ്കിലും അതിനുശേഷം മാഞ്ഞുപോകും. അതിനാൽ ദൈവം ആഗ്രഹിക്കുന്നു എങ്കിൽ ഞങ്ങൾ ജീവിച്ച് ചിലത് ചെയ്യും എന്ന് പറയണം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അഹങ്കരിച്ചു മതിക്കുന്നു. ഇത്തരം പുകഴ്ച പറച്ചിലെല്ലാം തെറ്റാണ്. നന്മ ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയാമെങ്കിലും അത് ചെയ്യാതിരിക്കുമ്പോൾ ഒരുവൻ പാപം ചെയ്യുന്നു. യാക്കോബ് അധ്യായം 5. സമ്പന്നരെ ശ്രദ്ധിക്കുക, കൂടുതൽ ക്ലേശങ്ങൾ നിങ്ങൾക്ക് വരുമെന്നതുകൊണ്ട് കരഞ്ഞ് സങ്കടപ്പെടുവിൻ. നിങ്ങളുടെ ധനം ചീഞ്ഞു വിലകെട്ടതാകും, നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുതിന്നും. നിങ്ങളുടെ സ്വർണവും വെള്ളിയും തുരുമ്പിക്കുകയും അത് നിങ്ങൾ തെറ്റാണ് ചെയ്തത് എന്നുള്ളതിന് തെളിവുമാകും. ആ തുരുമ്പ് അഗ്നിയെപ്പോലെ നിങ്ങളുടെ ശരീരത്തെ ഭക്ഷിക്കും. നിങ്ങൾ നിങ്ങളുടെ അവസാന നാളിൽ നിങ്ങളുടെ നിധി സൂക്ഷിച്ചു. നിങ്ങളുടെ വയലുകളിൽ പണി ചെയ്ത ജനങ്ങൾക്ക് നിങ്ങൾ കൂലി കൊടുത്തില്ല. അവർ നിങ്ങൾക്കെതിരെ നിലവിളിക്കുകയാണ്. അവർ നിങ്ങളുടെ ധാന്യം കൊയ്തു. ഇപ്പോൾ സ്വർഗീയ സൈന്യത്തിന്റെ കർത്താവ് അവർ ഉറക്കെ പറയുന്നത് കേട്ടിരിക്കുന്നു. സമ്പന്നത നിറഞ്ഞതായിരുന്നു ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം. നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം കണ്ട് നിങ്ങൾ സ്വയം സംതൃപ്തരായി. അറുക്കുവാനായി ഒരുക്കി നിർത്തിയിരിക്കുന്ന മൃഗത്തെപ്പോലെ നിങ്ങൾ നിങ്ങളെ മേധസ്സുള്ളവരാക്കി. നിരപരാധികളെ നിങ്ങൾ കുറ്റവാളികളാക്കുകയും കൊല ചെയ്യുകയും ചെയ്തു. അവരാകട്ടെ നിങ്ങളെ എതിർത്തുമില്ല. പ്രിയ സഹോദരരെ, കർത്താവ് വരുന്ന സമയം വരെ ക്ഷമയോടിരിക്കുക. കൃഷിക്കാരൻ തന്റെ വിലപിടിച്ച വിളമണ്ണിൽ നിന്നും കിളിർത്തു വരുന്നതിനും അതിന് ആദ്യത്തെയും അവസാനത്തെയും മഴ ലഭിക്കുന്നതിനുമായി ക്ഷമാപൂർവം കാത്തിരിക്കുന്നു. അതുപോലെ നിങ്ങളും പ്രത്യാശ കൈവിടാതെ യേശുക്രിസ്തുവിന്റെ വരവിനായി ക്ഷമാപൂർവം കാത്തിരിക്കണം. കർത്താവ് ഉടൻ വരും. നിങ്ങൾ പരസ്പരം പരാതിപ്പെടുന്നത് നിർത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളും കുറ്റക്കാരാകും.
ന്യായാധിപൻ വരുവാൻ തയ്യാറുമാണ്, തയ്യാറായിരിക്കുന്നു, ഏതു നിമിഷവും വരാം. സഹോദരരെ, ക്ഷമാപൂർവം പ്രതികൂലങ്ങൾ സഹിച്ച് കർത്താവിനു വേണ്ടി സംസാരിച്ച പ്രവാചകരുടെ മാതൃക പിന്തുടരുക. പ്രയാസങ്ങളെ ക്ഷമാപൂർവം സ്വീകരിച്ചവൻ ഇന്ന് സന്തുഷ്ടനാണെന്ന് ഞങ്ങൾ കരുതുന്നു എന്ന് മനസ്സിലാക്കുക. ഇയ്യോബിന്റെ ക്ഷമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാ ദുരിതങ്ങൾക്കും ശേഷം കർത്താവ് കൊണ്ടുവന്ന അന്തിമഫലം നിങ്ങൾക്കറിയാം. ഇത് കർത്താവ് ദയാലുവും നിറയെ കരുണയുള്ളവനുമാണെന്ന് മുഖ്യമായും കാണിക്കുന്നു. സഹോദരരെ, വാഗ്ദാനം ചെയ്യുമ്പോൾ ആണയിടരുത്. സ്വർഗത്തെ കൊണ്ടോ ഭൂമിയെ കൊണ്ടോ ആണയിടരുത്. അതേ എന്നർത്ഥമാക്കുമ്പോൾ അതേ എന്നും അല്ല എന്നർത്ഥമാക്കുമ്പോൾ അല്ല എന്നും പറയുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ കുറ്റക്കാരാകില്ല. നിങ്ങളിൽ പ്രയാസപ്പെടുന്നവൻ പ്രാർത്ഥിക്കുകയും സന്തോഷവാൻ സ്തുതി പാടുകയും ചെയ്യട്ടെ. നിങ്ങളിൽ രോഗിയായവൻ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ. അവർ തൈലം പൂശി കർത്താവിന്റെ നാമത്തിൽ അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസപൂർവമുള്ള പ്രാർത്ഥന രോഗിയെ സുഖമാക്കും. കർത്താവ് അവനെ സുഖപ്പെടുത്തും. അവൻ പാപിയെങ്കിൽ അവന്റെ പാപവും കർത്താവ് ക്ഷമിക്കും. പാപം പരസ്പരം ഏറ്റുപറയുവിൻ, എന്നിട്ട് പ്രാർത്ഥിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും. നീതിമാൻ ദൃഢമായി പ്രാർത്ഥിച്ചാൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഏലിയാവ് നമ്മെപ്പോലെ ഒരുവനായിരുന്നു. മഴ പെയ്യരുതെന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷത്തേക്ക് മഴ പെയ്തില്ല. പിന്നീട് ഏലിയാവ് മഴ പെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. മേഘങ്ങൾ മഴ കൊണ്ടുവന്നു. ഭൂമി വിളകളെ തളിർപ്പിച്ചു. സഹോദരരെ, നിങ്ങളിൽ ഒരുവൻ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അലഞ്ഞേക്കാം. സത്യത്തിലേക്ക് തിരികെ വരുവാൻ ഒരുവൻ അവനെ സഹായിക്കാം. ഇതോർക്കുക, ഒരുവൻ തെറ്റായ വഴിയിൽ നിന്നും ഒരു പാപിയെ തിരികെ കൊണ്ടുവരുമ്പോൾ ആ പാപിയുടെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടും.